ദ ഹാർട്ട് ചാനലിലേക്ക് ഏവർക്ക് വീണ്ടും സ്വാഗതം. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ കോവിഡ് ചോദ്യ നിവാരണമാണ്. ചോദ്യം 2. ആർക്കൊക്കെയാണ് ഇപ്പോഴത്തേക്ക് വാക്സിൻ എടുത്തുകൂടാത്തത്, എന്തുകൊണ്ട് എടുത്തുകൂടാ, ആർക്കൊക്കെയാണ് നിർബന്ധമായിട്ട് എടുക്കേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതിനെ ബ്രോഡായിട്ട് 4 or 5 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ആർക്കൊക്കെ വാക്സിൻ എടുത്തുകൂടാ, അത് പെട്ടെന്ന് ആ 5 കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ കാറ്റഗറി 18 വയസ്സിന് താഴെയുള്ളവർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാരാണ് ആദ്യത്തെ കാറ്റഗറി. അവർക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാന്നുള്ളത് നമുക്ക് താഴെ പറയാം. രണ്ടാമത്തെ കാറ്റഗറി, നിങ്ങൾക്ക് ഇപ്പോൾ കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളുണ്ട്, ചുമയോ പനിയോ ജലദോഷമോ ശരീരവേദനയോ ഉണ്ടെങ്കിൽ വാക്സിൻ എടുത്തുകൂടാ. മറിച്ച് ടെസ്റ്റ് ചെയ്തതാണോ എന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പോലും അസുഖങ്ങളുള്ള സമയത്ത്, പനി പോലുള്ള അസുഖങ്ങളുള്ള സമയത്ത് എടുത്തുകൂടാ. 3, അനാഫിലാക്സിസ് എന്ന് വിളിക്കുന്ന വളരെ ഗുരുതരമായ അലർജി ഉള്ള ആൾക്കാരിൽ, സാധാരണ അലർജി അല്ല, ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള അലർജി ഉള്ള ആൾക്കാരിൽ, മൈനർ അലർജി ഉള്ള ആൾക്കാരിൽ എടുക്കാം. അതിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം. 4, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, അത് ആരാണെന്നുള്ളത് നമുക്ക് വരാം. 5ാമത്തെ കാറ്റഗറി, രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്ന ആന്റികോയാഗുലൻസ് എന്നും മറ്റും എടുക്കുന്ന മരുന്നുകൾ എടുക്കുന്ന വ്യക്തികൾക്കും തൽക്കാലത്തേക്ക് ഒരുപക്ഷെ എടുത്തുകൂടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 5 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ എടുത്തുകൂടാ എന്ന് പറയുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെ ആബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻ അല്ല. ചിലത് കുറച്ചും കൂടെ വീക്കർ ആണ്, അല്ലെങ്കിൽ റിലേറ്റീവ് കോൺട്രാഇൻഡിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ ചിലത് നിർബന്ധമായിട്ട് എടുത്തുകൂടാ. പക്ഷെ ഈ പറഞ്ഞതിൽ ചില സാഹചര്യങ്ങളിൽ കേസ് ബൈ കേസ് ഒരു പക്ഷെ എടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ വിശകലനം ചെയ്യാം. ആദ്യത്തെ കാറ്റഗറിയിലേക്ക് വരാം. കുട്ടികൾ 18 വയസ്സിന് താഴെയും പ്രഗ്നൻസിയും ആബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻ ആണ്. എന്തുകൊണ്ട് എടുത്തുകൂടാ? കാരണം പ്രധാനമായിട്ടും നമ്മൾ വാക്സിൻ സ്റ്റഡീസിൽ, പഠനങ്ങളിൽ ഇത്തരം ആൾക്കാരെ ഉൾപ്പെടുത്താത്തതാണ് ഒരു കാരണം. അതുകൊണ്ട് ഇവരെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അത് തന്നെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്ന കാര്യമാണ്. നമുക്ക് എവിഡൻസും സ്റ്റഡീസും ഡേറ്റയും ഉള്ളവർക്ക് മാത്രമാണ് നമ്മളിപ്പം നിർദ്ദേശിക്കുന്നത്. മുലയൂട്ടുന്ന അമ്മമാര് ആബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻ അല്ല. എന്ന് വെച്ചാൽ ഓൺ എ കേസ് ബൈ കേസ് ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഡോക്ടറും വാക്സിനേഷൻ ഓഫീസറുമാണ് നിർദ്ദേശിക്കുന്നത്. 2, ഇപ്പോൾ നിങ്ങൾക്ക് കോവിഡ് രോഗമുണ്ടെങ്കിൽ എടുത്തുകൂടാ. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, അതിന്റെ കൂടെ വാക്സിനിന്റെ സ്ട്രെസ്സും കൂടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതൊരു ഡബിൾ ബേർഡൻ ആകുന്നത് കാരണം, റിസ്ക് കൂടുതൽ ആകുന്നത് കാരണം കോവിഡ് ബാധയുള്ളവർക്ക് എടുത്തുകൂടാ. 3, അനാഫിലാക്സിസ് എന്ന് വെച്ചാൽ ചിലർക്കറിയാം അവർക്ക് വളരെ സിവിയർ ആയിട്ടുള്ള അലർജി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു മരുന്നെടുത്തിട്ടോ ഭക്ഷണം എടുത്തിട്ടോ ആകാം. അത് എടുത്ത ഉടനെ തന്നെ ശരീരമാസകലം തടിച്ചു വരിക, ശ്വാസം മുട്ടൽ വരിക, തൊണ്ടയടയ്ക്കുക, ബോധം കെട്ട് വീഴുക, BP കുറഞ്ഞ് കാഷ്വാലിറ്റി പോയി അഡ്രിനലിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരിക. ഇങ്ങനെ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു അലർജിക് റിയാക്ഷൻ ആണ് നമ്മൾ അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. അത് ചിലർക്ക് അറിയാം. അങ്ങനത്തെ വ്യക്തികൾ നിർബന്ധമായിട്ടും എടുത്തുകൂടാ. ഇവർ എപ്പിപെൻ എന്നും പറഞ്ഞ് പെട്ടെന്ന് അലർജി വരികയാണെങ്കിൽ എടുക്കാനായിട്ട് ഒരു ഇഞ്ചക്ഷൻ കയ്യിൽ കൊണ്ട് നടക്കുന്ന ചിലവരുണ്ട്. അത്തരം വ്യക്തികൾക്കാണ് എടുത്തുകൂടാത്തത്. മറിച്ച് മൈൽഡ് ആയിട്ടുള്ള അലർജി, ഫുഡിനോ ഡ്രഗിനോ ഉള്ള മൈൽഡ് അലർജി ഉള്ള വ്യക്തികൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ അവര് 30 മിനിറ്റോളം വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഒബ്സർവേഷനിൽ ഇരുന്ന് മറ്റു പ്രശ്നങ്ങളൊന്നും വന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം. കാറ്റഗറി 4, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ. എന്ന് വെച്ചാൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന രോഗികൾ അല്ലെങ്കിൽ വ്യക്തികൾ. ആരൊക്കെയാണ്? ഇപ്പൊ HIV ബാധയുള്ളവർ, പിന്നെ ഓൺഗോയിങ് ക്യാൻസറിന് വേണ്ടി കീമോതെറാപ്പി എടുക്കുന്ന വ്യക്തികളുടെ ഇമ്മ്യൂണോ സപ്രസ്ഡ് ആണ് അത്തരം വ്യക്തികൾ. പിന്നെ വളരെ ഹെവി ആയിട്ടും ലോങ് ടേം ആയിട്ടും IV സ്റ്റെറോയിഡ്സും മറ്റും എടുക്കുന്ന വ്യക്തികൾ. അവര് റിലേറ്റീവ് കോൺട്രാഇൻഡിക്കേഷൻ ആണ്. അത് നിങ്ങളുടെ റൊമറ്റോളജിസ്റ്റിനെയും മറ്റും സമീപിച്ച് എടുക്കാമോ എടുത്തുകൂടെയോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഈ ഇമ്മ്യൂണോ കോംപ്രമൈസ് എന്ന് നമ്മൾ പറയുന്ന വ്യക്തികൾക്ക് തൽക്കാലം എടുത്തുകൂടാ. 5ാമത്തെ കാറ്റഗറിയാണ് രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ എടുക്കുന്ന വ്യക്തികൾ. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്ന മരുന്ന് എടുക്കുന്നത് കാരണം ബ്ലീഡിങ്ങോ മറ്റോ വന്നാലുള്ള പ്രശ്നം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ
ഇതൊരു റിലേറ്റീവ് കോൺട്രാൻഡിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് എടുത്തുകൂടാ എന്ന് പറയുന്നില്ല. മാത്രമല്ല 2 വാക്സിനുകാരും കോവാക്സിനും കോവിഷീൽഡുകാരും ഗവൺമെന്റിന് വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് കോൺട്രാൻഡിക്കേഷനിൽ നിന്ന് മാറ്റണമെന്ന്. കാരണം വളരെ ചെറിയ ഒരു നീഡിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാക്സിനേഷന്റെ സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഈ മരുന്നുകൾ എടുക്കുന്ന വ്യക്തികൾ, ഇത് എന്തൊക്കെയാണ് മരുന്നുകൾ? വാർഫറിൻ അല്ലെങ്കിൽ അസിട്രോം എന്നും മറ്റും പറയുന്ന രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ. ശരീരത്തിൽ ക്ലോട്ടുള്ള വ്യക്തികൾ, DVT, പൾമനറി എംബോളിസം, ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നും മറ്റും പറയുന്ന രോഗത്തിന് രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ എടുക്കുന്ന വ്യക്തികളാണ് എടുത്തുകൂടാത്തത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമുക്ക് ഓർത്തു വെക്കാൻ പാടാണ്. നിങ്ങൾ വാക്സിനേഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ എന്തൊക്കെയാണെന്നും എടുക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കി ആ ലിസ്റ്റ് കൊണ്ട് അവരെ കാണിക്കുക. അവരാണ് അവസാനം നിർണ്ണയിക്കുന്നത്. നിങ്ങൾ സ്വയമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമല്ല ഇത്, അവരാണ് നിർണ്ണയിക്കേണ്ടത്. ഇനി ഈ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാത്ത മറ്റ് ഏത് രോഗങ്ങൾ ഉള്ള വ്യക്തികൾക്കും വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കും, ഡോക്ടർ എനിക്ക് തൈറോയിഡ് ഉണ്ട്, തൈറോയിഡ് മരുന്ന് എടുക്കുന്നു, ഞാൻ ഹൃദ്രോഗിയാണ്, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ട്, ശ്വാസകോശ രോഗമുണ്ട്, ലിവർ രോഗമുണ്ട്, എനിക്ക് വാക്സിൻ എടുക്കാമോ? സോ പല പല അസുഖങ്ങളും ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എനിക്ക് എടുക്കാമോ എന്ന്. നമ്മൾ മുകളിൽ പറഞ്ഞ രോഗങ്ങളോ അല്ലെങ്കിൽ സാധ്യതകളോ ഇല്ലാത്ത എല്ലാവർക്കും തന്നെ വാക്സിൻ എടുക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല ഇത്തരം രോഗികളാണ് നിർബന്ധമായിട്ട് എടുക്കേണ്ടത്. കാരണം കോവിഡ് അണുബാധ വരികയാണെങ്കിൽ സങ്കീർണമായ രോഗം വരാം. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ICUവിൽ കിടക്കേണ്ടി വരിക, വെന്റിലേറ്ററിൽ പോവുക, ജീവിതം തന്നെ ആപത്തുണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇത്തരം രോഗികൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികളാണ് എടുക്കേണ്ടത്. ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് രോഗമുണ്ട്, അതിന്റെ കൂടെ നിങ്ങൾ ഇപ്പം സിക്കാണ്, നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആശുപത്രി കിടക്കുന്നു, അല്ലെങ്കിൽ ന്യൂമോണിയ ആയിട്ട് ആശുപത്രിയിൽ പോകാൻ പോകുന്നു, അത്തരം സാഹചര്യത്തിൽ എടുക്കരുത്. അല്ലാതെ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള മറ്റ് ആരോഗ്യ കണ്ടീഷൻസ് ഉള്ളവർക്ക് എടുക്കാമെന്ന് മാത്രമല്ല, നിർബന്ധമായിട്ട് അവരാണ് ഹൈ റിസ്ക് ഗ്രൂപ്പും അവർ എടുക്കേണ്ടതാണ്. ചോദ്യം 3 അടുത്ത അപ്ഡേറ്റിൽ കോവിഷീൽഡും കോവാക്സിനും, ഈ 2 വാക്സിനിൽ ഏത് വാക്സിനാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത? ഇതിൽ മികച്ച വാക്സിൻ എന്ന് പറയാൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ 3ാമത്തെ ചോദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. തുടരെ ഈ ചോദ്യങ്ങളുടെ അപ്ഡേറ്റ് കിട്ടാനായി ആ ചാനലിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.